ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു വലിയ വിജയമുണ്ടായിരിക്കുന്ന ദിവസമാണ്. റാണയെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. എന്താണ് പറയാനുള്ളത് ചേട്ടാ? ഞാനത് ഇന്ത്യയുടെ വിജയമായിട്ട് കാണുന്നില്ല, നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ വിജയമായിട്ട് കാണും. കാരണം 2008 നവംബർ 26 അതുകൊണ്ടാണല്ലോ 26/11 നമ്മൾ പറയുന്നത്. മുംബൈ ഭീകരാക്രമണം നടന്നത്. 166 പേരാണ് മുംബൈയിൽ കൊല്ലപ്പെട്ടത്. 10 ഗുജറാത്ത് തീരം വഴി മുംബൈയിലേക്ക് വന്ന 10 പാകിസ്ഥാനി ഭീകരവാദികൾ, അജ്മൽ കസബ് ഉൾപ്പെടെയുള്ളവർ മുംബൈ നഗരത്തിൽ മണിക്കൂറുകൾ നടത്തിയ, നമുക്കറിയാം ട്രൈഡൻറ്റ്, താജ്, ഛത്രപതി ശിവാജി റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിൽ നടത്തിയ ഭീകരമായ മനുഷ്യവേട്ട, ഇന്ത്യക്കാരെ വേട്ടയാടി കൊല്ലുക. ഒപ്പം 16 വിദേശികളും കൊല്ലപ്പെട്ടു, ജൂതന്മാരും ഒക്കെ കൊല്ലപ്പെട്ടു. അങ്ങനെ നടത്തിയ ഭീകരമായ നരനായാട്ട് പാകിസ്ഥാൻ നേരിട്ട് നടത്തിയതാണ്. നരനായാട്ടിലെ മുഖ്യ ആസൂത്രകനാണ് തഹാവൂർ ഹുസൈൻ റാണ. റാണ പാകിസ്ഥാനിൽ ജനിച്ച ആളാണ്, കാനഡ പൗരനാണ്. അയാളെ പാകിസ്ഥാൻ ജയിലിലിട്ടിരിക്കുകയായിരുന്നു. ചിക്കാഗോയിൽ വെച്ച് 2009 അറസ്റ്റ് ചെയ്ത് ജയിലിലായിരുന്നു. അതായത് ഡെൻമാർക്കിൽ ഭീകരാക്രമണത്തിന് പദ്ധതി ഇട്ടു. ലഷ്കർ ഇ തൈബ, ഇപ്പോൾ നമ്മുടെ എമ്പുരാൻ സിനിമയിൽ പൃഥ്വിരാജ് സുകുമാരൻ വെള്ളപൂശി കാണിച്ച പൃഥ്വിരാജിൻ്റെ കഥാപാത്രം ലഷ്കറിൽ നിന്ന് ട്രെയിനിങ് കിട്ടിയ ആളാണ്. അപ്പോൾ ലഷ്കറെ വരെ വീരപരിവേഷത്തോടെ അവതരിപ്പിച്ച സിനിമയാണ് എമ്പുരാൻ എന്ന് ആക്ഷേപം വരുന്നത്. ആ ലഷ്കർ ബന്ധം കൂടി ആരോപിച്ചിട്ടാണ് ചിക്കാഗോയിൽ വെച്ച് അമേരിക്ക ഈ തഹാവൂർ ഹുസൈൻ റാണയെ അറസ്റ്റ് ചെയ്തു ജയിലിലായിരുന്നു. പക്ഷേ കോവിഡ് വന്നപ്പോൾ 14 വർഷത്തെ തടവായിരുന്നു. കോവിഡ് വന്നപ്പോഴത്തേക്ക് ജയിലിൽ കിടക്കണ്ടെന്ന് പറഞ്ഞ് വിട്ടയച്ചു. ആ റാണ കാനഡക്കാരനാണ്, പക്ഷേ അയാൾ അമേരിക്കയ്ക്ക് പോയില്ല. അയാൾ ഓർത്തു അമേരിക്കയിൽ സുഖമായിട്ട് കഴിയാതിരിക്കുമ്പോഴാണ് ഇന്ത്യയിൽ ഭരണമാറ്റം ഉണ്ടാകുന്നത്. ഭരണമാറ്റമുണ്ടായി. നരേന്ദ്രമോദി തീരുമാനിച്ചു ബോംബെ ഭീകരാക്രമണം ഇന്ത്യ മറക്കില്ല. അതുകൊണ്ട് അതിൻ്റെ ആസൂത്രകരായ ഹെഡ്ലിയുടെ സഹായിയായ തഹാവൂർ റാണയെയും ഇന്ത്യക്ക് വേണമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടെ നമ്മൾ അമേരിക്കൻ കോടതിയിൽ കേസ് നടത്തി. കോടതികളെല്ലാം വിധിച്ചു. അവസാനം റാണ സുപ്രീം കോടതിയിൽ പോയി. അമേരിക്കൻ സുപ്രീം കോടതിയിലും റാണ തോറ്റു. ഇന്ത്യ വലിയ വിജയം നേടിയ ഒരു ലീഗൽ ബാറ്റിൽ തന്നെ ഇന്ത്യ നേടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇയാളുടെ കൂട്ടുകാരനെ ഇവിടെ ഒരുമിച്ച് കോളേജിൽ പഠിച്ചവരാണ് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ കിട്ടാനുള്ള കേസ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളിത് സംസാരിക്കുമ്പോൾ അമേരിക്കയിൽ നിന്ന് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു വിമാനം റാണയുമായി യാത്ര ചെയ്ത് യൂറോപ്പിൽ വന്ന് റീഫ്യൂവൽ ചെയ്ത് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ആ വിമാനം ബോംബെയിൽ ഇറങ്ങുമെന്നാണ് കരുതുന്നത്. മുംബൈയിലെത്തിയാൽ റാണയെ സ്വീകരിക്കാനുള്ള വേണ്ട പരിപാടികൾക്ക് അമിത്ഷാ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ആർദർ റോഡ് ജയിൽ എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുംബൈയിലെ സെൻട്രൽ ജയിലാണ്. മുംബൈയിലെ സെൻട്രൽ ജയിലിൽ അവിടെ 1200 പേർക്ക് കഴിയാൻ കപ്പാസിറ്റിയുള്ള ജയിലാണ് മുംബൈ സെൻട്രൽ ജയിൽ. പക്ഷേ ഇപ്പോൾ 4000-ഓളം പേരുണ്ട്. പക്ഷേ അവിടെ ഒരു ഹൈ സെക്യൂരിറ്റി സെൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് അജ്മൽ കസബിനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ബാരക് നമ്പർ 10 എന്ന് പറയുന്ന ഒരു കല്ലറ ഉണ്ടാക്കി. ലിറ്ററലി കല്ലറയാണ്. അത് ബോംബ് വെച്ചാൽ പോലും തകരൂല. ആ കല്ലറ ഒരു പ്രത്യേക കെട്ടിടമാണ്. മറ്റു ജയിലിൽ നിന്ന് മാറ്റിയിട്ട് ഉണ്ടാക്കിയ ഈ അജ്മൽ കസബിനെ ഇടാൻ വേണ്ടി ഉണ്ടാക്കിയ കല്ലറ. ആ കല്ലറയാണ് റാണയ്ക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. അവിടെ കൊണ്ടുവന്നാൽ ഇരുട്ടും മാത്രം കൂട്ടുള്ള ശബ്ദം പോലും കയറാത്ത ഈ കല്ലറയ്ക്കുള്ളിലാണ് ഇനി റാണ കഴിയാൻ പോകുന്നത്. കസബിന് പിന്നെ എന്ത് സംബന്ധിച്ചറിയാമല്ലോ. കസബിനെ പിന്നെ നമ്മൾ തൂക്കിലേറ്റി. കസബിനെ തൂക്കിക്കൊന്നപ്പോൾ നമ്മുടെ കാക്കനാട് വരെ മയ്യത്ത് നമസ്കാരം നടത്തിയത്. അപ്പോൾ റാണയ്ക്ക് വേണ്ടി ഉണ്ടാകുമായിരിക്കാം. അപ്പോൾ മനുഷ്യാവകാശ ലംഘനത്തിന്റെ പേരിലല്ല, ഞങ്ങളുടെ മതക്കാരനാണെന്ന പേരിലാണ് മയ്യത്ത് നമസ്കാരം നടത്തിയത്. എന്ത് മനുഷ്യാവകാശം ആരും പറഞ്ഞില്ല. അങ്ങനെ പോലും. അപ്പോൾ ഏതായാലും ഈ പറഞ്ഞ പോലെ ഈ റാണയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മുംബൈ പോലീസിൻ്റെ ഒരു അനൗദ്യോഗികമായ ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത് ആർദർ റോഡ് ജയിലിലെ ബാരക് നമ്പർ 12 റെഡിയാക്കി റാണയെ കാത്തിരിക്കുകയാണ്. എയർഫോഴ്സ് വിമാനത്തിലാണ് കൊണ്ടുവരുന്നത്. സുഖമാണല്ലേ, കൊണ്ടുവന്ന് ഇറങ്ങി നേരെ അവിടെ കൊണ്ടുവരും. അപ്പോൾ അതിനുശേഷം ബാക്കിയുള്ള വിചാരണ നടപടികൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് അമിത്ഷാ നേരിട്ട് ബന്ധപ്പെടുന്നുണ്ട്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് പൊറുക്കാൻ പറ്റാത്ത അത്ര വലിയ മാരകമായ മുറിവാണ് നമ്മൾ കണ്ടല്ലോ. കാരണം ഇവിടെ ഇരുന്നിട്ട് ചില ആളുകളൊക്കെ അവർക്ക് വേണ്ടി ഒത്താശ ചെയ്ത് കൊടുക്കുകയായിരുന്നു. നമ്മുടെ NSG കമാൻഡോള് വിമാനത്തിൽ വന്നിറങ്ങുന്നു, ഇതെല്ലാം ലൈവ് കാണിച്ച് പാകിസ്ഥാനിൽ നിന്ന് ഭീകരർക്ക് അപ്പോൾ ഇൻ്റെ അടുത്ത് പട്ടാളം വരുന്നുണ്ട്, ഇന്നടുത്ത് NSG വരുന്നുണ്ട്, നീ മാറിക്കോ എന്നുള്ള വിവരങ്ങളൊക്കെ കൊടുത്തു. നമ്മുടെ മാധ്യമങ്ങൾ അങ്ങനെ രാജ്യത്തെ ഒറ്റുകൊടുത്ത ഒരു ദിവസം കൂടിയായിരുന്നു 2008 നവംബർ 26 എന്ന് പറഞ്ഞത്. ഏതായാലും റാണയെ ഇപ്പോൾ കിട്ടി. റാണയെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷേ റാണയെക്കുറിച്ച് കൃത്യം ഒരുപാട് കഥകളൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. റാണ 1961 ജനുവരി 17 ജനിച്ച ആളാണ്. പാകിസ്ഥാനിലെ ചിച്ചാപത്നി എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. അയാൾ മെഡിക്കൽ ഡോക്ടറാണ്. അയാൾ കേഡറ്റ് കോളേജ് ഹസൻ അബ്ദാൽ
എന്ന് പറയുന്ന സ്ഥലത്താണ് പഠിച്ചത്. അവിടെ വെച്ചിട്ടാണ് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായിട്ട് പരിചയം ഉണ്ടാകുന്നത്. അവർ രണ്ടുപേരും തീവ്രവാദ സ്വഭാവമുള്ളവരായിരുന്നു, ഇന്ത്യ വിരുദ്ധരായിരുന്നു. ഇന്ത്യയെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, ഇന്ത്യയെ നശിപ്പിക്കണം, ഇന്ത്യ കാഫറുകളുടെ രാജ്യമാണ്, ഹിന്ദുസ്ഥാനാണ്, ഹിന്ദുക്കളെ നശിപ്പിക്കണം, ഇന്ത്യയെ പാകിസ്ഥാൻ കീഴടക്കണം എന്ന് ആഗ്രഹിക്കുന്ന, ഇസ്ലാമിക ഭരണം ഇന്ത്യയിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരുന്നു ഹെഡ്ലിയും റാണയും. ഇപ്പോൾ റാണ എന്ന് മാത്രം പറയുമ്പോൾ നമ്മൾ ഓർക്കും ഇത് എന്താണ്, ഹിന്ദു ആയിരിക്കും റാണ. ഇപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് ഈ ഒബാമയെക്കുറിച്ച് ക്ലിൻ്റൺ ചില പരാമർശങ്ങൾ നടത്തി. അവിടെ അതായത് ഈ ഡിപ്പോർട്ട് ചെയ്യുന്ന, അവിടെ അനധികൃതമായി താമസിക്കുന്നവരെയൊക്കെ ട്രംപ് പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില കോടതികൾ അത് സ്റ്റേ ചെയ്തപ്പോൾ വെനസ്വേലക്കാരായിരുന്ന ആളുകളെ ഫ്ലൈറ്റ് കയറ്റി അങ്ങോട്ട് പറഞ്ഞു വിട്ടപ്പോൾ അമേരിക്കയിലെ ഒരു ഫെഡറൽ കോടതി അത് സ്റ്റേ ചെയ്തപ്പോൾ പക്ഷേ ആ വിമാനം തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. ട്രംപ് തിരിച്ചൊന്നും വിളിച്ചില്ല, അവരെ കൊണ്ട് അവിടെ തിരിച്ചുകൊണ്ട് വെനസ്വേലയെ കൊണ്ട് തട്ടിയിട്ടാണ് വന്നത്. ഏതായാലും അത് കഴിഞ്ഞ ഉടനെ ട്രംപ് പറഞ്ഞു, ഈ ഇരിക്കുന്ന ജഡ്ജിമാരെല്ലാം വെറും മൊണ്ണകളും രാജ്യദ്രോഹികളും വിവരദോഷികളും മണ്ടന്മാരും തെമ്മാടികളുമാണ്, റാസ്കൽസുമാണ്. ഇവരെയൊക്കെ ഒബാമ നിയമിച്ചതാണ്, വെറും ഒബാമയല്ല, ബറാക്ക് ഹുസൈൻ ഒബാമ എന്ന് പറഞ്ഞു. ആ ഇടയ്ക്ക് പറഞ്ഞ ഹുസൈൻ എന്നുള്ള വാക്കിനാണ് പ്രാധാന്യം. ബറാക്ക് ഹുസൈൻ ഒബാമ നിയമിച്ച ജഡ്ജിമാരാണ് ഇവിടെ ഇരിക്കുന്ന, ഇവനെയൊക്കെ ഞാൻ ഇംപീച്ച് ചെയ്യും എന്ന് ട്രംപ് പറഞ്ഞത്. എന്ന് പറയുന്നത് പോലെ റാണ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, തഹാവൂർ ഹുസൈൻ റാണ എന്നാണ് അയാളുടെ പേര്. ഇയാൾ പാകിസ്ഥാൻ പട്ടാളത്തിലെ ക്യാപ്റ്റനായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ബോംബ് വെക്കാൻ വന്നിരിക്കുന്ന ആൾ ചില്ലറക്കാരനാണ്. പാകിസ്ഥാൻ്റെ മെഡിക്കൽ കോറിൻ്റെ ക്യാപ്റ്റനായിരുന്നു. 1997 ഇയാൾ ഭാര്യാസമേതം കാനഡയ്ക്ക് പോയി അവിടുത്തെ കനേഡിയൻ പൗരനായിരുന്ന ഇയാൾ പിന്നീട് ഹെഡ്ലി ബോംബെ ഭീകരാക്രമണം പ്ലാൻ ചെയ്യുന്നു അറിഞ്ഞ് ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിൽ വന്നിട്ട് ഹെഡ്ലിക്ക് പ്രവർത്തിക്കണമല്ലോ, അതിനുവേണ്ടി ഇയാൾ എന്ത് ചെയ്യുന്നറിയോ, ഇയാൾ മുംബൈയിലൊരു ഓഫീസ് തുടങ്ങിയിട്ട് അവിടുത്തെ ജീവനക്കാരനാണ് എന്ന തരത്തിൽ ഹെഡ്ലിയെ താമസിപ്പിച്ചു. എന്നിട്ട് താജ് ഹോട്ടൽ, CST, ട്രൈഡൻറ്റ്, പിന്നെ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെയൊക്കെ മാപ്പ് ചെന്ന് ഇയാൾ തന്നെ പോയിട്ട്, റാണ തന്നെ പോയിട്ട് അതിൻ്റെ ഫോട്ടോഗ്രാഫ്സ്, വീഡിയോസൊക്കെ എടുത്ത് ഹെഡ്ലിക്ക് കൈമാറി. അപ്പോൾ ആക്രമണം നടത്താനുള്ള എല്ലാ സഹായങ്ങളും, താമസം, സംഭവങ്ങളുടെ സ്കെച്ച്, ബ്ലൂ പ്രിൻ്റ്, ഫോട്ടോഗ്രാഫ്സ് ഒക്കെ റെഡിയാക്കി കൊടുത്തു. ഇതെല്ലാം റെഡിയാക്കിയിട്ട് ഈ ആക്രമണം നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഇയാൾ ദുബായ്ക്ക് പോയി. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് അതിൻ്റെ രംഗമൊരുക്കിയിട്ടാണ് റാണ പോയത്. അപ്പോൾ റാണയെ നമുക്ക് ഇതുവരെ ഹെഡ്ലിയും കിട്ടിയിട്ടില്ല, നമുക്ക് റാണയും കിട്ടിയിട്ടില്ല. ഇവരെ കിട്ടിയാൽ മാത്രമേ പാകിസ്ഥാനികളെയാണ് നമ്മൾ പിടിച്ചതെന്നറിയാം. കാരണം അജ്മൽ കസബനെ ഇവർ വിട്ടത് അങ്ങനെയാണെന്നറിയോ, കയ്യിൽ രാഖിയൊക്കെ കെട്ടിയിട്ടാണ്. രാഖി കെട്ടിയ ഉടനെ ഹിന്ദുവാണ്, അല്ലെങ്കിൽ RSSകാരനാണ്, സംഘപരിവാറാണെന്ന് പറയാമല്ലോ. അങ്ങനെയാണ് കസബ് വന്നത്. എന്ന് ഹിന്ദു വേഷത്തിൽ ഹിന്ദുവാണെന്ന് തോന്നിക്കുന്ന ചന്ദനക്കുറിയും തൊട്ട് ഒരു കയ്യിലൊരു രാഖിയോ അല്ലെങ്കിൽ അമ്പലത്തിൽ പൂജിച്ച് ചരടോ ഒക്കെ കെട്ടിയ ഹിന്ദുവാണെന്നുണ്ടാവുമല്ലോ. അങ്ങനെ ഇത് ഇന്ത്യയിലെ ആളുകളുടെ തലയിൽ, ഇന്ത്യയിലെ ഹിന്ദു സംഘടനകളുടെ തലയിൽ കെട്ടിവെക്കണമെന്നുള്ള തരത്തിലുള്ള വേഷങ്ങൾ അണിയിച്ചിട്ടാവുന്നത്. അപ്പോൾ റാണ എന്നുള്ള പേര് കേൾക്കുമ്പോൾ പോലും ആദ്യം ഹിന്ദുവാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയൊരു പ്ലോട്ട് ഉണ്ടായിരുന്നു. ആ റാണയാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പം പാകിസ്ഥാനിയാണ്, ഈ കൊല്ലപ്പെട്ടവർ പാകിസ്ഥാനിയാണെന്നുള്ള ബോധ്യം നമുക്ക് വന്നെങ്കിലും പിന്നെയും നമ്മളെന്താണ് എന്താണ് ഈ പാകിസ്ഥാനെതിരെയുള്ള തെളിവുകൾ എന്നുള്ളത് നമുക്ക് കിട്ടണമെന്നെങ്കിൽ റാണയും ഹെഡ്ലിയും നമ്മുടെ കസ്റ്റഡി കിട്ടണം. ഇപ്പോൾ ഏതായാലും അതിനുശേഷം വേറൊരു കാര്യം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഒരു വലിയ വീഴ്ച, നമ്മുടെ സമുദ്രാതിർത്തി എങ്ങനെ വൾണറബിൾ ആണ് എന്ന് തെളിയിക്കപ്പെട്ടതാണ് ബോംബെ ഭീകരാക്രമണം. കടലിൽ കൂടെ ബോട്ടിൽ വന്നിട്ട് കടലിലുണ്ടായിരുന്ന ഒരു മത്സ്യബന്ധന ബോട്ട് പിടിച്ചെടുത്ത് അതിലെ മത്സ്യത്തൊഴിലാളികളെ കൊന്ന് കടലിൽ തള്ളിയിട്ടാണ്, ആ മത്സ്യബന്ധന ബോട്ടിലാണ് ഇവർ ബോംബെയിൽ വന്നിറങ്ങിയത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ 2026-11 ശേഷം നമ്മുടെ ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും കൂടെ ചേർന്നിട്ട് സാഹർ പ്രഹാരി ബാൽ എന്ന് പറഞ്ഞൊരു വിശേഷപ്പെട്ട ഒരു സംവിധാനം കോസ്റ്റൽ മോണിറ്ററിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വളരെ സജ്ജമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇനി അങ്ങനെയൊന്നും കടൽ വഴി കയറി വരാൻ പറ്റില്ല. അപ്പം ഒറ്റപ്പെട്ട തുരുത്തുകളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ഈ മുനമ്പത്തെക്കുറിച്ച് പറയുമ്പോൾ പോലും മുനമ്പം ദ്വീപ് എന്തുകൊണ്ട് ഇത്ര വൈറ്റൽ ആകുന്നു എന്ന് പറഞ്ഞാൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൂടിയുണ്ട്. കാരണം അവിടെ നിന്നുള്ള ആളുകളെ മുഴുവൻ ഒഴിപ്പിച്ചു കഴിഞ്ഞാൽ മുനമ്പം ഒരു വിജനമായ പ്രദേശമാണ്. ഈ മുനമ്പത്തെ വിജനമായ പ്രദേശത്തു നിന്നാണ് ഒരു ബോട്ടിൽ, സാഗർമാത എന്ന് പറയുന്ന ഒരു ബോട്ടിൽ കുറേ ആളുകൾ, തമിഴ്നാട്ടിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും വന്ന കുറേ ആളുകൾ ഒരു ദിവസം അവിടെ നിന്ന് കയറി എങ്ങോട്ടോ പോയി, കാറ്റ് കൊണ്ടുപോയി എന്ന് പറയുന്ന പോലെ അവരെക്കുറിച്ച് ഓരോന്നും. ഇവർ പോയതിൻ്റെ അടയാളങ്ങൾ, ഇവരുടെ ബാഗുകൾ, ചില സാധനങ്ങളൊക്കെ കരയെ കണ്ടപ്പോഴാണ് ഇങ്ങനെ കുറേ ആളുകൾ വരികയും അവർ പോവുകയും ചെയ്തു എന്ന് മനസ്സിലാക്കിയത്. ഒരു ബോട്ട് വന്ന് വിലയ്ക്ക് മേടിച്ച്
പോയി. അപ്പോൾ മുനമ്പത്തുനിന്ന് പോകാൻ ആരുടെയും ശ്രദ്ധയപ്പെടാതെ ഓസ്ട്രേലിയക്ക് പോയി എന്നൊക്കെ പറഞ്ഞൊക്കെ അന്വേഷണമുണ്ട്. മനുഷ്യക്കടത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യക്കടത്താണോ തീവ്രവാദി കടത്താണോ? അപ്പോൾ ഒറ്റപ്പെട്ട കടൽ തീരങ്ങൾ ഇങ്ങനെ പലതിനും വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മുനമ്പത്തിന് വേണ്ടി ചില ആളുകൾ മുനമ്പം ഞങ്ങളുടെയാണ്, നിങ്ങളൊക്കെ ഒഴിഞ്ഞു പോകണം എന്നതിൻ്റെ പിന്നിൽ ചില തീവ്രവാദ ലക്ഷ്യങ്ങൾ, മയക്കുമരുന്ന്, ആയുധക്കടത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത്ര ഒറ്റപ്പെട്ട തീരപ്രദേശങ്ങളെ ലാക്കാക്കി നടക്കുന്നുണ്ട്. അതിനെ മറികടക്കാനാണ് ഇപ്പോൾ സാഗർ പ്രഹാരി ബാൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു നീക്കത്തിൻ്റെ ആദ്യഘട്ടം വിജയിച്ചിരിക്കുന്നു. രണ്ടുപേരിൽ ഒരാളെ, ഏറ്റവും പ്രധാനപ്പെട്ട ആളെ നമ്മളിപ്പോൾ ഇന്ത്യയിലേക്ക്, നമ്മുടെ ഈ വീഡിയോ പ്രേക്ഷകർ കാണുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ആ വിമാനം ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടാവാം. അയാൾക്ക് വേണ്ടി ഈ പറഞ്ഞ ബാരക് നമ്പർ 12 എന്നുള്ള കല്ലറ കാത്തിരിക്കുകയാണ്. അമിത്ഷാ അത് പ്രത്യേകം പറഞ്ഞ് സജ്ജമാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇയാളുടെ വിചാരണ നടക്കും. ഇയാളുടെ വിധി ഇന്ത്യൻ നീതിപീഠം തീരുമാനിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.